എന്താണ് കുഞ്ഞാപ്പോ ഇജ്ജല്ലേ പറഞ്ഞു ഇന്നൊക്കെ കണ്ടിട്ട് ശല്യാണെന്ന് എനിക്ക്. ശല്യം അല്ലെങ്കിൽ എന്നെ തീരെ കണ്ട അപ്പം വണ്ടി വരൂ, അല്ലെങ്കിൽ എന്നെ തീരെ കാണാൻ കിട്ടൂല. ഇതിപ്പോ എന്നോട് ഒരു കാര്യം പറയായിട്ട് എനിക്കൊരു ജാതി. എന്താണ് കുഞ്ഞാപ്പോ കേക്കട്ടെ? ഒരു കാര്യം പറയായിട്ട് ജാതി എനിക്ക്. കാര്യം പറയേ. ജാനേച്ചി അവിടെ വന്നിരുന്നു പെരയിലേക്ക്. ജാനേച്ചി എന്താ പാവാടാ. ജാനേച്ചി നാളെ തേങ്ങ അയ്യാണ്ട് വന്നിട്ട് ഉമ്മ നാളെ 2 കൊടുത്ത്. ഇപ്പോഴും പറഞ്ഞു നാളത്തെ തേങ്ങ നോക്കി തരാണ്ട് ഒന്നുകൂടി കാട്ടിന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ 2 കൂടി കൊടുത്ത്. അപ്പൊ ഉമ്മ ജാനേച്ചിനോട് പറയുന്നേ കഥകളൊക്കെ. എന്ത് കഥ? നമ്മ സെക്കിനാത്തല്ലേ, സെക്കിനാത്താന്റെ അമ്മായിമല്ലേ ആ വല്യമ്മ, അപ്പൊ മോളോടെയാണ്. എന്നിട്ട് മോളെ പേര് ജാനേച്ചിന്റെ പേരിന്റെ അപ്പുറത്തെ ആളാ. അപ്പൊ ഈ മോൾക്ക് വെജാതായത്ര. വെജാതായപ്പോ ഈ സെക്കിനാത്താക്ക് സുഖമായിട്ട് ഈ തള്ള കണ്ടറിച്ചിട്ട് പോയതാണ്. ചോദിക്കും വിളിക്കൊന്നുമില്ല. അപ്പൊ ഈ മോൾക്ക് നാളെ ഇതേമാതിരി വെജാതായപ്പോ സെക്കിനാത്തൊക്കെ പോയിട്ട് അന്വേഷിച്ച് അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മോൾക്ക് ഈ പനി വന്ന് 2-3 ദിവസമായി പനി വന്നിട്ട്. അപ്പൊ മുസ്തുവാക്കാണ് പോയിന്ന് ഉമ്മാനെ കാണാന്. സെക്കിനാത്താന്റെ മാപ്പിള മുത്താക്കല്ലേ, ഉമ്മാനെ കാണാൻ പോയിരുന്നു. അപ്പൊ ഈ മുത്താക്കാന്റെ ഉമ്മയാണോ, മുത്താക്കന്റെ ഉമ്മ അറിയാ എന്താണ് അന്റെ പെണ്ണുങ്ങള് ഇവളൊന്ന് കാണാൻ വന്നില്ല. ഓള് പഴിച്ച് കിടക്കേന്ന് 2-3 ദിവസമായിട്ട്. അന്റെ പെണ്ണുങ്ങള് കുഞ്ചത്തി അവിടെ നിക്കാണ്. മുത്താക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പൊ മുത്താക്ക അറിഞ്ഞ് ഉമ്മ നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞത്, ഇവിടെ ഇവൾക്ക് പനിച്ചു കിടക്കുക, താത്താക്ക് പനിച്ചു കിടക്കുകയല്ലേ. അപ്പൊ ഓൾ കൂടി വന്നിരുന്നെങ്കിൽ കുറെ കുട്ടികളൊക്കെ ഉള്ളല്ലോ, അതിന് പകരും. അതിന് മുത്താക്കാന്റെ അമ്മ കണ്ട് പടവാളെടുത്ത് പെണ്ണുങ്ങളെ പറയുമ്പോ എനിക്ക് ഭയങ്കര ചൊടിയുണ്ട് ഇല്ലടാ. അന്റെ പെങ്ങളാണിത്. അന്റെ പെങ്ങള് പറഞ്ഞപ്പോ എനിക്ക് ഇതില്ല, എനിക്ക് ഉമ്മാനും വേണ്ട പെങ്കൂസ, എനിക്ക് എന്റെ പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ ഭയങ്കര ഇതാണല്ലേ എന്നിട്ട് ഈ തള്ളാടെ പടകാളി എടുത്ത്. അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്റെ അമ്മ പാത്രം പോറുണ്ട് ഓരോടെ. അപ്പൊ ഉമ്മാനെ ബജായത്തപ്പോ ഉമ്മ ചെന്നതാണ് പാത്രം മാറാൻ. ഇതൊക്കെ അമ്മ കേക്കുന്നുണ്ട്. അപ്പൊ മുത്താക്ക നിങ്ങൾ മുട്ടാനാ ബീഭാത്താത്ത കേക്കുന്നുണ്ട്. ബീഭാത്ത് കേട്ടോട്ടാടാ കൂസ, ഇത് അനി പെങ്കൂസനാണ്. അപ്പൊ ആ സെക്കിനാത്താക്കാണെങ്കിൽ അന്ന് കാല് കടഞ്ഞിട്ടും കൈ കടഞ്ഞിട്ടും ഇതാളെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞ അപ്പൊ ജാനേച്ചി ഉമ്മ അറിയാം ജാനേച്ചിനോട് സ്വന്തം മക്കൾക്ക് വരുമ്പോ തലക്ക് ഭയങ്കര അടങ്ങാറാണ്. അതേമാതിരിയല്ലേ മരിയക്കളും, അതും തള്ള ചിന്തിക്കില്ലേ. തള്ളന്റെ 2-3 വേറൊരു മരികളുണ്ട്. ഓള് ഇടക്കിടക്ക് ഇങ്ങനെ എന്താ ഇമ്മാച്ച് സോപ്പിട്ട് ചെല്ലും. അതേമാതിരി ഒരു മോനുണ്ട്. ഈ മുത്താക്കാണ് തള്ളക്കെന്തെങ്കിലും മേടിച്ചു കൊടുക്കാനും പിടിക്കാനും. ആ മോനെ ഇടയ്ക്ക് എപ്പോഴേലും ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തള്ള നടന്ന് പറയും എന്റെ കുഞ്ഞുമാൻ കൊടുന്നാണ്ട്, എന്റെ കുഞ്ഞുമാൻ ബിസ്ക്കറ്റ് കൊടുന്ന്. അപ്പൊ ഇവനെ ഇവിടെ ആൾക്കാരെ കൊടുന്നാലും തള്ള മുട്ടില്ല. അങ്ങനെ തന്നെയാണ്. ഇവൻ ബിസ്ക്കറ്റ് കൊടുന്നാലും തള്ള കിടന്ന് പറയാത്ത ഇന്റെ കുഞ്ഞുമാൻ കൊടുന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വട വളർത്തി വിളിക്കും. അപ്പൊ എന്താണ് മുത്താക്ക ചായം കുടിച്ചിട്ട് വല്ല ഇതാക്കാറുണ്ട്. അല്ല എന്നും ബിസ്ക്കറ്റ് കൊടുക്കണെങ്കിൽ അല്ല ഒരു ചായക്കറ കൊണ്ടുകൊടുത്തൊക്കെ പന്നിയും പറയും. അല്ല ഈ പറഞ്ഞ ആളാരാ? അങ്ങനെയൊക്കെ മുത്താക്കാക്ക് സങ്കടായി. അല്ല ഈ പറഞ്ഞ ആളാരാ? ആളെ പറയും. അത് വല്യമ്മ, മുത്താക്കാന്റെ അമ്മ. അങ്ങനെ മുത്താക്കാക്ക് സങ്കടായി. മുത്താക്ക പോകുമ്പോ അതവിടെ നീട്ടിക്കോ, അതെ പെണ്ണുങ്ങളെ കജ്ജും കാലും കാണാൻ നിൽക്കണ്ട, 2 ദിവസം കഴിഞ്ഞ് തള്ളം ഇങ്ങോട്ട് വരാനുള്ളതാണ്. അപ്പൊ തള്ള അറിയാം ഇനി എന്റെ പെണ്ണുങ്ങളെ മുഖം ഇങ്ങനെ കറപ്പിക്കും, കൂസാച്ചാടെ കൂട്ടിക്കും. അപ്പൊ ആ മുത്താക്ക അറിയും ഇമ്മ ഞാൻ അങ്ങോട്ട് ഗണിക്കാനും ഇല്ല പിടിക്കാനും ഇല്ല, ഞാൻ വരേക്ക് വന്നിട്ട് പോന്നു. എന്നോട് പറയാ അതൊക്കെ എന്റെ അമ്മ വന്നിട്ട് സെക്കിനാത്താണ്ട് പറഞ്ഞു. മുത്താക്ക പറഞ്ഞിട്ടില്ല കേട്ടാ. മുത്താക്ക ഒരു പ്രശ്നമാക്കാണ്ടാച്ച് മുത്താക്ക പറഞ്ഞിട്ടില്ല. അപ്പൊ സെക്കിനാത്താക്ക് ഭയങ്കര ബേജാറാണല്ലേ. ഞാൻ സെക്കിനാത്താക്ക് എന്തെങ്കിലും കിട്ടിയപ്പോ തലവേദനയാണ്. എന്നിട്ട് ഇമ്മ പിന്നെ ജാനേച്ചിനോടും പറഞ്ഞു. പിന്നെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാനിപ്പോ എന്നോടും പറഞ്ഞു, ഞാൻ പ്രകാശേട്ടനോടും പറയുള്ളൂ. നിന്നെ വേറെ ആൾക്കാരോടൊന്നും പറയില്ലട്ടാ. ഇവിടെ കേട്ടത് അവിടെ പറയാ, അവിടെ കേട്ടത് ഇവിടെ പറയാ. അതൊക്കെ മോശമാണ്. പക്ഷെ ആരോടും പറഞ്ഞ എന്റെ അടുത്ത് കിട്ടിയ പിന്നെ എല്ലാരും അറിഞ്ഞോളൂ. ഇനിയും പറഞ്ഞു ജാനേറ്റിനോട് നമ്മള് പറഞ്ഞ മോശമാണ്, ഞമ്മക്കും മക്കളും മരിമക്കളൊക്കെ വരണ്ട. അതാണ് പറഞ്ഞത്. നമ്മളത് പറയാൻ പാടില്ല. അപ്പൊ ജാനേച്ചാര് ശരിയാണ് നിങ്ങളൊന്ന് വിവാത്തുതാത്ത ഞങ്ങള് പറഞ്ഞത് അവിടെ കേട്ടത് ഇവിടെ കേട്ടത് നമുക്ക് പറയാൻ പാടില്ല. പിന്നെ പ്രായമുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മള് കാര്യമാക്കും വേണ്ട. വിവാത്താത്താന്ന് പറയും. ഈ ജാനേച്ചും ഇമ്മാട് പറയാനുള്ള എല്ലാ
എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായി എന്നിട്ട് ഞാൻ വെച്ചാൽ എനിക്കതൊക്കെ കേൾക്കണമൊന്നും ഇഷ്ടമല്ലട്ടാ. എന്നാലും ഞാൻ ചോദിക്കാം പിന്നെ എന്താ ഉണ്ടായി. ഉമ്മ അറിയും പിന്നെ എന്താ ഉണ്ടായി എന്നൊക്കെ അറിയില്ല. ഞാൻ പോകുന്നത് വേറെ ആൾക്കാരോട് പറയാനാണ്. അതാണ് പിന്നെ ചോദിക്കുന്നത്. പിന്നെ അങ്ങനൊക്കെ ഉണ്ടായി മോനെ കാര്യങ്ങള്. ഇത് പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ കാത്തുക്കല പണ്ടത്തെ അല്ലെങ്കിൽ ജില്ലക്ക് വണ്ടി വരും. എനിക്ക് എന്തായാലും കിട്ടിയാലും ഇത് പറയാൻ വരൂല അല്ലേ? ഒരു വിഷമം. ഞാൻ പിന്നെ എന്റെ കണ്ടിട്ട് ഉണ്ടാകാണ്ട് പോയതാ. കാരണം എപ്പോ നോക്കിയാലും ഞാനാ എന്റെ കണ്ണിന് മുന്നിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നമല്ലേ. അത് ഞാൻ പറഞ്ഞു. പക്ഷെ എന്നെ കണ്ടിട്ട് പറഞ്ഞിട്ട് ജാതി വിഷമം മോനെ. ഇന്ന് വേറെ ഒന്നുമില്ല. ഞാൻ എന്നാ പോട്ടെ. അല്ല നീ എവിടക്ക പോണ്? ഇപ്പൊ എന്തോ ഒരു മനസ്സിലൊരു ആശ്വാസമായി പറഞ്ഞപ്പോ അല്ലേ? ഞാൻ വരുമ്പോ ചായ കുടിക്കട്ടെ. അല്ല ഉമ്മടെ ഉണ്ടാ? ഉമ്മ രാവിലെ പോയിക്കണടാ. ഇന്ന് കൊറേ ഇങ്ങനടാ ആശാത്താടെ പോയിക്കണത്. അതൊന്നല്ലടാ ആശാത്താന്റെ മാപ്പിളെ വരും ദുബായിന്ന്. അത് നാളെ ഉമ്മ അപ്പൊ ആശാത്താർക്ക് അങ്ങനെ പോക്കില്ല. വരും പച്ച പാവാണ്. അപ്പൊ ആരോ പറഞ്ഞിരിക്കണ് നാളെ ആയിക്കോടെ പോകുമ്പോ ആശാത്താന്റെ മാപ്പിള പടുത്ത് വരുന്നുണ്ട്. അപ്പൊ മുൻകൂട്ടി പോവാ എന്തെങ്കിലും കിട്ടുമല്ലോ. സൂത്രം നോക്കണം. ആശാത്താണ്ട് അത്ര എന്താ നിങ്ങൾക്ക് വെജായി അപ്പൊ ആശാത്താക്ക് വെജായി എന്താ തോന്നുന്നു. ആശാത്തൊക്കെ ഒരു വെജായില്ല. ആ പേരും പറഞ്ഞിട്ടേ ഉമ്മ അങ്ങോട്ട് വെക്കും. എന്നാ ആയിക്കോട്ടെ കുഞ്ഞാപ്പ. ഇനി പറയാളവരോടൊക്കെ പറഞ്ഞാളെ. ആരും കാണാൻ കിട്ടില്ലടാ. ഇനിയിപ്പോ ആരോടൊക്കെ പറയാവല്ലേ. ഇനിയിപ്പോ എന്റെ അടുത്ത് കിട്ടിയല്ലേ. ഇനിയിപ്പോ ഞാൻ പോടാ. ബാക്കിയൊക്കെ ഉമ്മ നിങ്ങൾ രണ്ടാളും കൂടെ ലോകം അറിയും.